ചെന്നൈ പറയാൻ നമസ്കാരം. ഒരു ലോങ് വീക്കെൻഡ് കഴിഞ്ഞിട്ടുള്ള വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രാഫിക് ഒക്കെ ഒന്ന് ക്ലിയർ ആയപ്പോൾ ക്യാമറ ഓൺ ചെയ്തതാണ്. ട്രാഫിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ബാംഗ്ലൂർ ഏറ്റവും കൺജസ്റ്റഡ് ആയിട്ടുള്ള സിറ്റീസിൽ സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ, ഞാൻ ഉൾപ്പെടെ ബാംഗ്ലൂരുള്ള എല്ലാ ആൾക്കാർക്കും കൺഗ്രാജുലേഷൻസ്, സെക്കൻഡ് പ്രൈസ് അടിച്ചത്. വേറെ ഒന്നുമല്ല, കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ശതമാന സമയം നമ്മൾ ട്രാഫിക്കിൽ ചിലവാക്കണം. നമ്മളൊരു വർഷത്തൊക്കെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എത്രയോ ദിവസങ്ങൾ നമ്മൾ ഈ ട്രാഫിക്കിൽ വേസ്റ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ബാംഗ്ലൂരിൽ ജീവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിന് വലിയ മാറ്റം വരുമെന്നും തോന്നുന്നുമില്ല. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് പറയാനൊന്നുമല്ല, ഇൻഷുറൻസിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. again ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അങ്ങനത്തെ ഒന്നുമല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഡെങ്കി വന്നിട്ട് ഞാനൊന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എനിക്ക് ഇൻഷുറൻസ് തരുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻറ്റിൽ എന്താ പറയുക, എൻ്റെ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്തുകൊള്ളും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ബില്ല് വന്ന സമയത്താണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. മൊത്തം ബില്ലിൻ്റെ ഏകദേശം ഒരു 30-35% എൻ്റെ കയ്യിൽ നിന്ന് പോകേണ്ടി വന്നു. അത് കാരണം എന്ന് വെച്ചാൽ ഒരു 10% കോപ്പേ, പിന്നെ റൂമിൽ ക്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ചില മെഡിക്കൽ എക്യുപ്മെൻസിനൊന്നും കവേർഡല്ല. ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ ഒരു 35% ഞാൻ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നെ പോലെ ഒട്ടുമിക്ക ആൾക്കാരും ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് എൻ്റെ മെഡിക്കൽ എക്സ്പെൻസ് ഒക്കെ എൻ്റെ കമ്പനി കവർ ചെയ്തോളൂ, അത് എൻ്റെ കമ്പനി പ്രൊവൈഡഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് കവർ ചെയ്തോളൂ. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കോൺഫിഡൻസ് ആണ്. അതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒരു കാരണം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മളെ ജോബ് ഒരു കൺഫേംഡ് അല്ല എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിലൊരു അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജോലി നഷ്ടപ്പെടും. പല കാരണങ്ങളും കൊണ്ട് നമ്മുടെ ജോലി നഷ്ടപ്പെടാം. അല്ലെങ്കിൽ നമ്മൾ ജോബ് സ്വിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കമ്പനി എ നിന്ന് കമ്പനി ബിയിലേക്ക് പല കാരണങ്ങളും നമ്മൾ സ്വിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് കമ്പനി എ തരുന്ന ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയിരിക്കില്ല നമ്മൾ കമ്പനി ബി തരുന്നത്. ചിലപ്പം കൂടുതലായിരിക്കും, ചിലപ്പം കുറവായിരിക്കും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൊരു ചോദ്യം. അതേപോലെ നമുക്ക് ജോബ് നഷ്ടപ്പെടുന്ന സമയത്ത്, ഇപ്പം നമുക്കൊരു ജോബില്ല അല്ലെങ്കിൽ നമ്മളൊരു ബ്രേക്ക് എടുക്കുന്ന സമയത്തൊക്കെ ഒരു മെഡിക്കൽ എമർജൻസി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം നമുക്കൊരു വേറൊരു ഇൻഷുറൻസ് ഇല്ലാത്ത പറഞ്ഞാൽ തന്നെ നമ്മൾ കയ്യിൽ നിന്ന് ആ ഒരു എക്സ്പെൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ മൊത്തം സേവിങ്സിൻ്റെ ഒക്കെ ഒരു നല്ലൊരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ മൊത്തത്തിൽ സേവിങ്സ് തന്നെ നമ്മൾ നമ്മുടെ ഒരു മെഡിക്കൽ കണ്ടീഷന് വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പോംവഴിയാണ്. ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും നമുക്കൊരു സെക്കൻഡ് ഇൻഷുറൻസ് വേണം. നമ്മുടെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് അല്ല. കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഒട്ടുമിക്ക ആൾക്കാർക്കും ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അതിന് നമ്മൾ അഡീഷണൽ പ്രീമിയം നടക്കേണ്ട ആവശ്യമില്ല. അൺലെസ് നമ്മുടെ കവറേജ് കൂട്ടുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡൊമിസിലറി ഇല്ലാത്ത ഒരു ഡൊമിസിലറി ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ഒട്ടുമിക്ക കമ്പനികൾ അത് ഫ്രീ ആയിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും നമുക്കൊരു സെക്കൻഡ് ഇൻഷുറൻസ് എടുക്കണം. അപ്പോൾ ഇനി സെക്കൻഡ് ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് വിചാരിക്കും, ഞാൻ എന്തിനാ ഇപ്പോൾ തന്നെ സെക്കൻഡ് ഇൻഷുറൻസ് എടുക്കുന്നത്? കാരണം എനിക്ക് ഓൾറെഡി നല്ലൊരു ഇൻഷുറൻസ് എൻ്റെ കമ്പനി തരുന്നുണ്ടല്ലോ. അങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ, അത് ഞാൻ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി വരുന്ന സമയത്ത് ഞാൻ ആലോചിക്കുക എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതും മണ്ടത്തരം. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു. നമ്മൾ കോർപ്പറേറ്റ് ഇൻഷുറൻസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസീസസിനൊക്കെ അത് കവേർഡാവും. അതായത് നമുക്കായാലും നമ്മുടെ പാരൻസിനായാലും നമ്മുടെ ഡിപ്പെൻഡൻസിന് പ്രീ എക്സിസ്റ്റിംഗ് ആയാലും മെഡിക്കൽ ചെക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് ആക്ടിവേറ്റ് ആകുന്ന അന്ന് മുതൽ നമ്മുടെ എല്ലാ കണ്ടീഷൻസും കവേർഡായി പോകും. അതുകൊണ്ട് അത് നല്ലൊരു ബെനിഫിറ്റാണ്. പക്ഷേ നിങ്ങൾ പുറത്തുനിന്ന് ഒരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത്, നിങ്ങൾ സെക്കൻഡ് ഇൻഷുറൻസ് നിങ്ങൾ പുറത്തുനിന്ന് എടുക്കുന്ന സമയത്ത് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും, ഒരു സ്ക്രീനിങ് ഉണ്ടാവും. അതിൽ നിങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസിനൊന്നും ഒരു കവേർഡല്ല. അതായത് ഒരു 1, 2, 3 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ പിന്നീട് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ
ആ കണ്ടീഷനിൽ നിങ്ങൾക്കൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇൻഷുറൻസ് കവേർഡ് ആവില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് നിങ്ങൾക്ക് അതിന് തികയാണ്ട് വരും, നിങ്ങൾക്ക് പുറത്തുനിന്നൊരു ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇത്രയും ഒരു റെഡ് സോണിലായിരിക്കും നമ്മളുണ്ടാവുക. അപ്പോൾ നമ്മൾ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾ നാളത്തേക്ക് വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇന്ന് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല തീരുമാനം. കാരണം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രീമിയം. അത് നിങ്ങൾ ഇന്ന് എടുക്കുന്ന പ്രീമിയം ആയിരിക്കില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് എടുക്കുന്നത്. നമ്മളുടെ വയസ്സ് കൂടുന്തോറും പ്രീമിയത്തിൽ ഹൈക്കുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1000 രൂപയ്ക്ക് കിട്ടുന്ന ഇൻഷുറൻസ് നിങ്ങൾ നെക്സ്റ്റ് ഇയർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മന്ത്ലി 1500 രൂപ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരുപാട് പേർക്ക് ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒട്ടുമിക്ക കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും പ്രീമിയം ചിലപ്പോൾ ഇയർലി പ്രീമിയമാണ് കളക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 24,000 25,000 ഒക്കെ വൺ ടൈം കളക്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഇത്രയും എമൗണ്ട് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇന്ന് മാർക്കറ്റിൽ ഈ ഇയർലി കൊടുക്കുന്ന പ്രീമിയം മന്ത്ലി സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുന്ന ഒരുപാട് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അത് നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാണ്ട് തന്നെ ഇപ്പോൾ ഒരു 24,000 ആണ് എന്നുണ്ടെങ്കിൽ 2,000 വെച്ചിട്ട് മന്ത്ലി പ്രീമിയം കളക്ട് ചെയ്യുന്ന ഒരുപാട് ഇൻഷുറൻസ് കമ്പനി ഉണ്ട്. ഇത് എന്താ പറയുക, ഈ ഒരു പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ ഒരു മാസം ബിരിയാണി കഴിച്ച് അല്ലെങ്കിൽ ചുമ്മാ ചിലവാക്കുന്ന കാശേ ഉള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് എടുക്കാനുള്ളത്. പിന്നെ ഒരുപാട് ഇൻഷുറൻസ് കമ്പനികൾ ഇപ്പോൾ സീറോ ബിൽ എന്നുള്ളൊരു ഫീച്ചറൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ 25 ലാക്കാണ് നിങ്ങളുടെ കവറേജ് എന്നുണ്ടെങ്കിൽ ആ 25 ലാക്കിൽ വരുന്ന എല്ലാ എക്സ്പെൻസും കവേർഡാണ്. അതിനകത്ത് കോപ്പയില്ല, പിന്നെ എന്തെങ്കിലും റൂമിന് ക്യാപ്പില്ല, പിന്നെ ചില മെഡിക്കൽ എക്യുപ്മെന്റ്സിന് കവർ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നിങ്ങൾ 25 ലാക്കിലാണ് 25 ലാക്കിൻ്റെ നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെന്റ് എങ്ങനെ വേണമെങ്കിലും എടുക്കാമെന്നുള്ള ഇൻഷുറൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ നല്ലൊരു ഇൻഷുറൻസ് പുറത്തുനിന്ന് പോളിസി ബസാർ അതുപോലെ ഒരുപാട് കമ്പനികൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയ നല്ലൊരു ഇൻഷുറൻസ് ഇന്ന് തന്നെ എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ഹെൽത്ത് നിങ്ങൾ സേഫാക്കി വെക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, എനിക്ക് വന്ന പോലെ എന്തെങ്കിലും ഇതുപോലൊരു മെഡിക്കൽ എമർജൻസി വന്നിട്ട് അത് ഫുള്ളി കവേർഡ് ആവാത്തൊരു സമയം, അല്ലെങ്കിൽ നമുക്ക് ഇൻഷുറൻസ് ഇല്ലാത്തൊരു സമയം ഒരിക്കലും വരാൻ പാടില്ല. നമ്മൾ എന്താ പറയുക, നമ്മൾ ചിലപ്പം സേവ് ചെയ്ത് വെച്ചിട്ടില്ല, നമ്മൾ സമ്പാദിച്ചതായി 10 വർഷം 15 വർഷം നമ്മൾ സമ്പാദിച്ച് വെച്ചിട്ടുള്ള കാശ് ചിലപ്പം ഒറ്റ മെഡിക്കൽ കണ്ടീഷനിൽ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒറ്റ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്നൊരു മാസം ഒരു 1000 1500 സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാം, നമ്മുടെ ഹെൽത്തിലേക്കുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഈ വീഡിയോയിൽ പറയാനുള്ളൂ. എത്രത്തോളം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല, എന്നാലും ഒരുവിധം എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്നെപ്പോലെ എന്താ പറയുക, കോർപ്പറേറ്റ് ഇൻഷുറൻസ് അല്ലെങ്കിൽ കമ്പനി തരുന്ന ഇൻഷുറൻസ് മതി എന്ന് കോൺഫിഡൻസ് അടിച്ച് നടക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും വീഡിയോ ഒന്നും ഇടുന്നില്ല, എപ്പോഴെങ്കിലൊക്കെ ഒരു വീഡിയോ ഇടുന്നുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വീഡിയോയിൽ പറയാനുള്ളൂ. ഏകദേശം ഓഫീസ് എത്താറായി. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.